ഇനി ഒരു കട്ട മോഹൻലാൽ ഫാനാണ് എന്ന് ഹൃദയപൂർവ്വം കണ്ടായിരുന്നോ ലേറ്റസ്റ്റ്? ഹൃദയപൂർവ്വം കാണാൻ പറ്റില്ല. ഞാൻ ആരെ പുതിയതായിട്ട് കണ്ടാലും ഞാൻ അവരോട് ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ വല്ല ഹിഡൻ സ്പോട്ട് ഉണ്ടോ? എൻജോയ് ചെയ്യാൻ പറ്റുന്ന അഹാന കൃഷ്ണ എന്റെ ഒരു എന്നെ വ്ളോഗിങ്ങിലേക്ക് വരാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത ആളാണ്. അഹാന കഴിച്ചത് നമ്മളും കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലത്തെ പവർ ഓഫ് ഇൻഫ്ലുവൻസിങ്. ഒയ്യോ ഓർത്തിക്കല്ലേ പൊന്നേ, എനിക്കത് പറയുമ്പോ തന്നെ പേടിയാവാ. നമ്മള് മേളിൽ ചെല്ലണവരെ നമുക്ക് പേടി വരുള്ളൂ, പിന്നെ ചാടിയല്ലേ പറ്റുള്ളൂ, പിന്നെ ഒരു തിരിച്ചു പോക്കില്ല. തോന്നുന്നത് ഞാനിത് ഫ്രീ ആയിട്ട് പോയി ചെയ്തു കൊടുത്ത സാധനമല്ല, ഇതിനെന്തിനാ പെയ്ഡ് പ്രൊമോഷൻ എന്നൊക്കെ പറയുന്നത്. എനിക്ക് ഒരു ദിവസം പെട്ടെന്ന് ഒരു കോള് വരാണ്. അത് ലുലു ഫൺട്യൂറ എന്നാണ് കോള് വരുന്നത്. ലുലു ഫൺട്യൂറ എന്നൊക്കെ എന്നെ വിളിക്കുമോ, എന്റെ ചാർജ് എത്രയാന്ന് ചോദിച്ചിട്ട് എന്റെ അടുത്ത്. അപ്പൊ ഞാൻ ചാർജോ? 1500 രൂപ. ഇഷ്ടം പോലെ തവണ വഴിതെറ്റി പോയിട്ടുണ്ട്. മാപ്പിട്ട് പോയിട്ട് ഏതൊക്കെയോ കൊടുങ്കാടിന്റെ നടുവിലാണ് നമ്മൾ ചെന്നെത്തി. വഴിയുണ്ട്. എന്റെ കല്യാണം വരെയുള്ള പ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 വയസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിൽ ജീവിതമായിരുന്നു. എന്റെ പപ്പ ഒരു ടെററായിരുന്നു. വായിൽ വന്നത് കോതയ്ക്ക് പാട്ടുന്നുള്ള അവസ്ഥയാണ് എന്റെ അവസ്ഥ. ഞാൻ 2 ലക്ഷം ഫോളോവേഴ്സിന് എനിക്ക് ദൈവം സഹായിച്ച് ഞാൻ ഉണ്ടാക്കിയത് ഒരിക്കലും ഇങ്ങനെ എന്റെ ബോഡി കാണിച്ചോ ഒന്നുമല്ല. ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. എന്റെ വീടും പുള്ളിയുടെ വീടും തൊട്ടടുത്തടുത്ത അയൽവക്കം. അങ്ങനെയല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ ഫേസ്ബുക്ക് വഴി സ്നേഹിച്ച് കല്യാണം കഴിച്ച ടീംസാണ്.